ഇത് മലപ്പുറത്തിന്റെ മണ്ണാണ്. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് വരവേൽക്കാനുള്ള ഒരുക്കമാണ് ഞങ്ങൾ. സ്ഥാനാർത്ഥി PMA സമീർ തിരുവങ്ങാടി സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ലീഗ് പ്രവർത്തന സമയത്തോളം ആകാംക്ഷയോടുകൂടി അവർ കാത്തിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകുമ്പോൾ അതിലേക്കുള്ള വലിയ തോതിലുള്ള ഒരു ആവേശം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾ KM ഷാജി മാത്രമേ ഉണ്ടായിരുന്നു. PMA സമീർ തിരുവങ്ങാടിയിലെ സ്ഥാനാർത്ഥി കൂടി എത്തിച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിലെ ഒരു അപ്രതീക്ഷ ഇതിന്റെ പേര് അവസാന ഘട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് സൂചന നൽകിയ സമയം PMA സമീർ ഇവിടെ എത്തിയിരിക്കുന്നു. PK ഫിറോസ് കൂടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം വലിയ ആവേശം, യുവ നേതാക്കൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി പാണക്കാട്ടേക്ക് എത്തിച്ചേരുന്നു. PK ഫിറോസിനേക്കാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് അല്പസമയം മുമ്പ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. പുതുമുഖമായി കാണാൻ കഴിയുന്നത് തിരൂരങ്ങാടിയിലെ PMA സമീറാണ്. ബാക്കി പ്രഖ്യാപിക്കപ്പെട്ട ഏറെക്കുറെ എല്ലാ നേതാക്കളെയും നമുക്കറിയാവുന്ന ആളുകളാണ്. TV ഇബ്രാഹിമിനെ കാണാം. TV ഇബ്രാഹിമിനെ നിലവിൽ കൊണ്ടോട്ടിയിൽ നിന്ന് വള്ളിക്കുന്നിലേക്ക് മാറ്റിയിരിക്കുന്നു. 2 തവണ കൊണ്ടോട്ടി MLA ആയിരുന്നു TV ഇബ്രാഹിം. അദ്ദേഹം വള്ളിക്കുന്നിലേക്ക് മാറുന്നു എന്നതാണ് ചിത്രം. യൂത്ത് ലീഗിന്റെ 4 ഭാരവാഹികൾക്കാണ് മുസ്ലിം ലീഗ് സീറ്റ് നൽകിയിരിക്കുന്നത്. PK ഫിറോസ് നിലവിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൊടുവള്ളിയിൽ മത്സരിക്കും. ഒപ്പം യൂത്ത് ലീഗിന്റെ 2 അഖിലേന്ത്യാ നേതാക്കൾ, വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും TP അഷ്റഫ് അലിയും ഫൈസൽ ബാബുവിനും സീറ്റുണ്ട്. അഷ്റഫ് അലി കൊണ്ടോട്ടിയിലും ഫൈസൽ ബാബു കോഴിക്കോട് സൗത്തിലും മത്സരിക്കും. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി PK നവാസിനും സീറ്റുണ്ട്. നവാസ് താനൂരിൽ മത്സരിക്കും. TP അഷ്റഫ് അലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. TP അഷ്റഫ് അലി കൊണ്ടോട്ടിയിലാണ് മത്സരിക്കുന്നത്. മലപ്പുറം എടക്കരക്കാരനാണ് TP അഷ്റഫ് അലി. കൊണ്ടോട്ടിയിൽ ആദ്യമായി ജനവിധി തേടുന്നു. ചരിത്രത്തിലാദ്യമായി 2 വനിതകൾക്ക് അവസരം നൽകുന്നു മുസ്ലിം ലീഗ് എന്നതാണ് ശ്രദ്ധേയം. 2 പേർ ജയന്തി രാജനെ കൂത്തുപറമ്പിലേക്ക് പരിഗണിക്കുന്നു. ഒപ്പം ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിലേക്കും പരിഗണിക്കുന്നു. കൂത്തുപറമ്പിൽ കഴിഞ്ഞ തവണ തോറ്റ സീറ്റാണ്. പൊട്ടൻകണ്ടി അബ്ദുള്ളയായിരുന്നു നേരത്തെ അവിടെ സ്ഥാനാർത്ഥി. ഇപ്പോൾ ജയന്തി രാജൻ. ജയന്തി രാജൻ മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. വയനാട് പുൽപ്പള്ളി സ്വദേശിനിയാണ് ജയന്തി രാജൻ. ജയന്തി രാജൻ ഇക്കുറി കൂത്തുപറമ്പിൽ നിന്ന് ജനവിധി തേടുന്നു എന്നതാണ് ചിത്രം. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു. അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് തന്റേതെന്ന് കുഞ്ഞാലിക്കുട്ടി ഇതിനകം നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ താൻ ആദ്യമായി ജനവിധി തേടിയത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നിന്നാണ് തുടങ്ങിയത്. അവസാനത്തെ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് തന്നെയാവണമെന്ന ആഗ്രഹം അദ്ദേഹം നേതൃത്വത്തെ അറിയിക്കുന്നു. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തേക്ക് മാറ്റുന്നു. ആ വേക്കൻഡ് വന്ന വേങ്ങരയിൽ KM ഷാജി സംസാരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് നിമിഷം വരെ കാസർഗോഡ് പേരുണ്ടായിരുന്ന അവിടെ മണ്ഡല കമ്മിറ്റിയുടെ
ആവശ്യപ്രകാരം കെ എം ഷാജി മീഡിയയോടൊപ്പം ചേരുകയാണ്. വേങ്ങരയിലാണ് ഇത്തവണ വേങ്ങരയിലേക്കാണ് ഇത്തവണ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ സന്തോഷം. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നാലും ഏറ്റെടുത്തിട്ടുണ്ട്, ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. വേങ്ങരയിൽ കുറച്ചുകൂടെ ശക്തമായ UDF ഒരു മണ്ഡലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കലക്ടർ മായനാജി കാസർഗോഡ് മണ്ഡലത്തിലെ കാസർഗോഡ് ഈ രണ്ട് പേരുകളാണ് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. സന്തോഷമുണ്ട്. ആസനമാണ് അഭിവാദ്യങ്ങൾ. നിലപാടിന്റെ രാജകുമാര അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. വേങ്ങരമണ്ണിൽ സ്വാഗതം. വേങ്ങരമണ്ണിൽ സ്വാഗതം. അഭിവാദ്യങ്ങൾ.